സഹോദരിമാരുടെ മക്കളായിരുന്നുവെങ്കിലും കൂടപ്പിറപ്പുകളുടെ ബന്ധമായിരുന്നു ആദർശും അഭിനവും തമ്മിൽ. മരണത്തിലും ആ ഹൃദയബന്ധം അവർ കൈവിട്ടില്ല. ചേതനയറ്റ മൃതദേഹങ്ങൾ പുറത്തെടുക്കുമ്പോൾ കുട്ടികളുടെ കൈകൾ കോർത്തുപിടിച്ച നിലയിലായിരുന്നു. കുഞ്ഞനുജനെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കാതെ രക്ഷപ്പെടുത്താനായി എത്തിയതായിരുന്നു ജ്യേഷ്ഠൻ. പക്ഷേ വിധി ഇരുവരെയും മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു. ആദർശിന്റെ അച്ഛന്റെ മരണശേഷം അമ്മ ആശ രണ്ടാം വിവാഹം കഴിക്കുകയും ആദർശുമായി ഭർത്താവിന്റെ വീട്ടിലേക്ക് താമസം മാറുകയും ചെയ്തു. ക്യാൻസർ ബാധിതനായാണ് ആദർശിന്റെ പിതാവ് അനീഷ് മരണമടയുന്നത്. താമസം മാറിയെങ്കിലും പിതാവ് അനീഷിന്റെ മാടപ്പള്ളി പുതുപ്പറമ്പിൽ വീട്ടിൽ അവധി ദിനം ലഭിക്കുമ്പോൾ ആദർശ് ഓടിയെത്തുമായിരുന്നു. മുത്തശ്ശൻ പാപ്പനും മുത്തശ്ശി അമ്മിണിയും അപ്പോൾ കൊച്ചുമകനെ സ്വീകരിക്കാൻ വീട്ടിലുണ്ടാകും. അപ്പോഴെല്ലാം ഇവിടേക്ക് ആദർശിന്റെ അമ്മയുടെ സഹോദരി ആനീസിന്റെ മകൻ അഭിനവും എത്തുമായിരുന്നു. സംഭവ ദിവസം മാതാപിതാക്കളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനാൽ രണ്ടിടങ്ങളിലായി ആശയും ആനീസും കൂട്ടിരിക്കാൻ പോയതായിരുന്നു. അങ്ങനെയാണ് കുട്ടികളെ അനീഷിന്റെ വീട്ടിലാക്കുന്നത്. സമീപത്തെ വീടുകളിലുള്ള 2 കുട്ടികളെയും കൂട്ടി കളിക്കുകയായിരുന്നു ഇരുവരും. അതിനിടയിലാണ് ഇവർ ചെമ്പുപുരം പാറക്കുളത്തിലേക്ക് എത്തുന്നത്. കുളത്തിൽ മീനുകളെ നോക്കുന്നതിനിടെ കാൽവഴുതി അഭിനവ് വീഴുകയായിരുന്നു. ഇത് കണ്ട് ആദർശ് രക്ഷിക്കാനായി എടുത്തു ചാടി. എന്നാൽ ഇരുവരും മുങ്ങിത്താഴുകയായിരുന്നു. ഇത് കണ്ട് മറ്റു 2 കുട്ടികളും ബഹളം വെച്ചതോടെ സമീപവാസികൾ ഓടിയെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. കുളത്തിലെ ചേറും ചെളിയും കാരണം നാട്ടുകാരുടെ രക്ഷാദൗത്യം വിജയിച്ചില്ല. തുടർന്ന് ചങ്ങനാശ്ശേരി അഗ്നിരക്ഷാസേന എത്തിയാണ് ഇരുവരെയും പുറത്തെടുത്തത്. സ്വന്തം മകനെ പോലെ വളർത്തിയ ആദർശിന്റെ വിയോഗമറിഞ്ഞ് രണ്ടാനച്ഛൻ സജികുട്ടൻ പൊട്ടിക്കരയുകയായിരുന്നു. ആദർശിന്റെ അമ്മ ആശ അപ്പോൾ പിതാവിനെ ഡിസ്ചാർജ് ചെയ്യുന്നതിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു. ആദർശിന് പെട്ടെന്ന് പനി പിടിച്ചുവെന്നും മെഡിക്കൽ കോളേജിലേക്ക് വരികയാണെന്നുമാണ് സജികുട്ടൻ ആശയോട് അപ്പോൾ പറഞ്ഞത്. പനി വരുത്തിവെച്ചതിന് മകനെ വഴക്കു പറയാനായി ആശുപത്രി വരാന്തയിൽ കാത്തിരിക്കുകയായിരുന്നു ആശ. പക്ഷേ ആശയുടെ മുന്നിലേക്ക് ആംബുലൻസിലെത്തിയത് മകന്റെ ചേതനയേറ്റ ശരീരമായിരുന്നു. ആശയുടെ അണപൊട്ടിയ സങ്കട കാഴ്ച ആശുപത്രി പരിസരത്തുണ്ടായിരുന്നവരെല്ലാം കണ്ണീരിലാഴ്ത്തി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.